ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഫൈനൽ ഇയർ വന്നതിന് ശേഷം ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ 8:30 ആയപ്പോൾ തന്നെ എൻ്റെ കോളേജിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് മെഡിക്കൽ ക്യാമ്പിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ എടുത്തത്. പക്ഷേ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പിന്നെ അവിടെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. പക്ഷേ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സും ഹൗസ് സർജൻസും ഒക്കെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുക? നിങ്ങൾ എന്ത് തരം മെഡിസിൻസാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ചികിത്സാ രീതികൾ എന്നൊക്കെയുള്ള ആശങ്കകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അല്ലേ? ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് ശ്രീ സൈരം ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ നടത്തിയ ഒരു ക്യാമ്പിൽ ഫ്രീ ഹെൽത്ത് കൺസൾട്ടേഷൻ, പൾസ് ഡയഗ്നോസിസ്, ആയുർവേദ മെഡിസിനുകൾ എന്നിവ നൽകിയിരുന്നു. ഈ ക്യാമ്പുകൾ ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ആളുകൾക്ക് ആരോഗ്യ പരിശോധനകൾ നടത്താനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പുകൾ, ആയുർവേദ മെഡിസിനുകൾ, ആരോഗ്യ അവബോധം, ലെഗേറ്റ് ആയുർവേദ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ, പ്രദേശങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ എങ്ങനെ നടത്താം? ക്യാമ്പ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക, ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ക്ഷണിക്കുക, ഫ്രീ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക, ആയുർവേദ മെഡിസിനുകൾ നൽകുക, ആരോഗ്യം അവബോധം സൃഷ്ടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ ആൾക്കാർ വരുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9:30 കൂടി തുടങ്ങിയതാണെങ്കിലും പിന്നെ ജനങ്ങൾ ഒരുപാട് വന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ആദ്യമായിട്ട് ഞാൻ റിസപ്ഷനിലാണ് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ OP കാർഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും അതെടുത്ത് കൊടുത്താൽ മതി. പക്ഷെ അത് ഒരുപാട് നേരത്തെ പണിയായിരുന്നു. ഈ ആൽഫബറ്റിക് ഓർഡറിലായിട്ട് ഇങ്ങനെ കാർഡുകൾ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണ്. അതാണ് എളുപ്പം. പിന്നെ നമുക്ക് ചായ കിട്ടി. പിന്നെ ഞങ്ങളുടെ ഒരു പണി ഏകദേശം ഞങ്ങളുടെ ഏരിയ അങ്ങ് ഫ്രീ ആയപ്പോഴത്തേക്ക് പിന്നെ കുറേ നേരം റെസ്റ്റ് എടുക്കാനായിട്ട് സമയം കിട്ടി. ഇത് കണ്ടോ, ഈ മെഷീൻ നമ്മൾ കൊറോണ സമയം തൊട്ടാണ് കൂടുതൽ ഫേമസ് ആയിട്ട് തുടങ്ങിയത്. പിന്നെ നമ്മുടെ പാക്കപ്പ് സെക്ഷനാണ്. ഇത് കണ്ടോ, എടുത്ത എല്ലാ കാർഡ്സും തിരിച്ചെടുത്ത് വയ്ക്കുന്നു. ആരുടെയോ ഒരു HP ആണ് കാണുന്നത്. പിന്നെ അപ്പോഴും മെഡിസിൻസ് കൊടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർ മെഡിസിൻസ് കൊടുക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങളുടെ കോളേജും NSS യൂണിറ്റും കൂടെ ചേർന്ന് നടത്തിയ ഒരു സംരംഭമാണ്. അപ്പം ഇതിപ്പോൾ പാക്കപ്പ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ലൊരു ക്യാമ്പായിരുന്നു. അത്യാവശ്യം ഒരു BAMS ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു അസുലഭ നിമിഷം തന്നെയാണ്. സോ എല്ലാവരും ആയുർവേദത്തെ സ്നേഹിക്കൂ, സംരക്ഷിക്കൂ.